മുനമ്പം വിഷയവും വഖഫും തമ്മിൽ എന്ത്? മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ 1948 ഓഗസ്റ്റ് മാസം 12-ാം തീയതി തുടങ്ങിയ കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് മുനമ്പത്തെ 404 ഏക്കർ ഭൂമി സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി വഖഫ് ചെയ്തു. 1950 നവംബർ 1-ന് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റത്തെക്കുറിച്ച് പഠിക്കാൻ 2007-ൽ VS അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് MA നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഫാറൂഖ് കോളേജ് വിറ്റ ഭൂമിയിൽ കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾ ഇതോടെ ആദിയിലായി. ഈ സർക്കാരിന്റെ കാലത്ത് നികുതി വാങ്ങുന്നത് നിർത്തലാക്കി. ഇതെല്ലാം ചെയ്തത് സർക്കാരാണ്, മുസ്ലിം സംഘടനകളോ ഫാറൂഖ് കോളേജോ അല്ല. അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാട് എന്താണ്? മുനമ്പത്ത് താമസിക്കുന്ന ഒരാളെ പോലും കുടിയൊഴിപ്പിക്കണമെന്ന വാദം മുസ്ലിം സംഘടനകൾക്കില്ല. ഇക്കാര്യം മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കിയതാണ്. ക്രിസ്ത്യൻ സഭാ മേധാവികളോടും സർക്കാരിനോടും ഈ ആവശ്യം അറിയിച്ചതുമാണ്. സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങളുടെ കൂടെ നിൽക്കുമെന്നും മുസ്ലിം നേതൃത്വങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. വഖഫ് സാമുദായിക ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നത് ആരാണ്? മുനമ്പം വിഷയം മുൻനിർത്തി സമുദായ ധ്രുവീകരണത്തിനും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനുമാണ് സംഘപരിവാറും കാസയും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളും തയ്യാറായത്.